CJPയുടെ 2 ദിവസത്തെ യോഗം അഭിജിത് ദീപ്കയുടെ വസതിയിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ യോഗം അവസാനിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ വ്യക്തമാക്കിയത് രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിനില്ല, പക്ഷേ ജനകീയ വിഷയങ്ങളിൽ തുടർന്നും ഇടപെടും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ തുടർ നടപടികൾ തന്നെയായിരിക്കില്ലേ ഇന്നിപ്പോൾ പ്രധാനമായും ചർച്ചയാവുക? ശ്രീജ, ഈ യോഗം കഴിഞ്ഞാൽ മാധ്യമങ്ങളോട് അഭിജിത് ദീപ്ക ഉൾപ്പെടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും നേതാക്കൾ സംസാരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നലെ തന്നെ അഭിജിത് ദീപ്ക വ്യക്തമാക്കിയത് കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റാനുള്ള ആലോചന നിലവിലില്ല എന്നുള്ളതാണ്. കാരണം വലിയൊരു പിന്തുണ സോഷ്യൽ മീഡിയയിലും ഒപ്പം ജന്തർ മന്ദിറിൽ നടത്തിയ പ്രത്യക്ഷ സമരത്തിലും എല്ലാം തന്നെ ലഭിച്ചപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ എന്ന വലിയ ചോദ്യം ഉയർന്നിരുന്നു. അതിന് നിലവിൽ അത്തരത്തിലൊരു ആലോചന ഇല്ല എന്നുള്ളതായിരുന്നു അഭിജിത് ദീപ്ക വ്യക്തമാക്കിയത്. പകരം രാജ്യത്ത് ജനകീയ മുന്നേറ്റങ്ങളാണ് വേണ്ടത്, അതിനുള്ള ആലോചനകൾ യോഗത്തിൽ നടത്തുന്നു എന്ന പ്രതികരണം അഭിജിത് ദീപ്ക നടത്തിയിരുന്നു. ഒപ്പം ഒരു രാജ്യവ്യാപക യാത്ര നടത്താൻ കോക്രോച്ച് ജനതാ പാർട്ടി, ഒരു പര്യടനം നടത്താൻ കോക്രോച്ച് ജനതാ പാർട്ടി ഉദ്ദേശിക്കുകയാണ്. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അഭിപ്രായങ്ങൾ അറിയുന്നതിനും അവരുമായി സംവദിക്കുന്നതിനും രാജ്യവ്യാപക പര്യടനം നടത്തും. ഒപ്പം ഭാവി സമര പരിപാടികൾ, ഭാവി പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാകണം എന്നെല്ലാം ആലോചിക്കുന്നതിനാണ് മഹാരാഷ്ട്രയിൽ അഭിജിത് ദീപ്കയുടെ വസതിയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊപ്പം വക്താക്കൾ അഭിജിത് ദീപ്ക ഉൾപ്പെടെയുള്ളവർ യോഗം ചേരുന്നത്. ഈ ജന്തർ മന്ദിറിലെ സമരത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വിദ്യാർത്ഥി നേതാക്കൾ ഒപ്പം വോളണ്ടിയർമാർ ഇവരുമായെല്ലാം തന്നെ നേരത്തെ CJP വക്താക്കൾ ആശയവിനിമയം നടത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ യോഗം പുരോഗമിക്കുന്നത്. ശ്രീജ. ശരി ജിഷ്ണു.